നമസ്കാരം. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. 3 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് 10 ഓഫ് വാണ്ട് എന്ന കാർഡും, രണ്ടാമത്തെ കാർഡ് 9 ഓഫ് വാണ്ട് എന്ന കാർഡും, മൂന്നാമത്തെ കാർഡ് 9 ഓഫ് സോർഡ് എന്ന കാർഡുമാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന സന്ദർഭമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് ഈ റീഡിംഗ് വിട്ടുകളഞ്ഞേക്കുക. ഇവിടെ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലമാണ് കാണുന്നത്. ഈ വ്യക്തി വളരെയധികം ഓവർ ബർഡൻ എടുക്കുന്നു, അതായത് ഭാരം ചുമന്നുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. വളരെയധികം പ്രശ്നങ്ങളും വെല്ലുവിളികളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു. ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള സകല ഭാരങ്ങളും വ്യക്തി ചുമന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രശ്നം ചില പാസ്റ്റിൽ നടന്ന ഇഷ്യൂവിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് എന്നും കാണുന്നു. അതിൻ്റെ ആങ്സൈറ്റിയും ഇതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഈ വ്യക്തി കാണുന്നത്. അതിനെ തുടർന്ന് ഉറക്കമില്ലാത്ത രാത്രികളും അതിനെ പേടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളിലുമാണ് 2 വ്യക്തികളും ഈ റിലേഷൻഷിപ്പിൽ പോകുന്നതായി കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഇനിയും വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നു. വളരെയധികം മുറിവുകൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പറ്റിയിട്ടുണ്ട് എന്നും കാണുന്നു. പക്ഷേ എന്നാലും ഇതിൽ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതിനുവേണ്ടി കാത്ത് ഇനിയും ഞാൻ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവാനോ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു റിലേഷനിലായി തോന്നുന്നുണ്ട്. ഇതൊരു ഭാരപ്പെട്ട റിലേഷനായിട്ടാണ് തോന്നുന്നത്. എന്നാൽ പോലും ഈ റിലേഷനിലെ ഈ പേടി നിറഞ്ഞ രാത്രികളും സ്വപ്നങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ റിലേഷനിൽ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി തിരിച്ചറിഞ്ഞ് പോകുവാനുള്ള വഴികൾ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ടതും അങ്ങോട്ടും 2 വ്യക്തികളും തമ്മിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടതും 2 പേരെയും തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതും ആവശ്യമുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വഷളാകാതെ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ളതാണ്. അവിടെ നിന്നാണ് പുതിയ തലമുറകൾക്ക് അവസരം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ 2 വ്യക്തികളുമാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുവാനായി ശ്രമിക്കേണ്ടത്. വേറെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു കുടുംബം, അത് പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സോ ആര് വന്നാലും അതൊരു തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ 2 പേരും പരസ്പരം തുറന്ന് സംസാരിച്ച് സ്നേഹത്തോടെ പോവുകയാണെങ്കിൽ ഈ കുടുംബം ഇനിയും മുന്നോട്ട് പോകുവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ പേടിച്ച് ഉള്ള രാത്രികളിലും ഈ വിഷമങ്ങളുമെല്ലാം മാറി നിങ്ങൾക്ക് കൂടിച്ചേരാനും മുന്നോട്ട് പോകുവാനുള്ള വഴികൾ യൂണിവേഴ്സ് തീർച്ചയായും തുറന്നു തരും. ഈ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം അത്രയും ഭാരം അനുഭവപ്പെടുന്ന ഒരു റീഡിംഗ് ആണ്. ഇങ്ങനെ ഉള്ള വ്യക്തികൾ തീർച്ചയായും മുന്നോട്ട് പോകുമ്പോൾ കൂടിച്ചേരുവാൻ ശ്രമിക്കണം. അതിനുള്ള വഴികൾ യൂണിവേഴ്സ് തുറന്നു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.